ധർമ്മസ്ഥലയിലെ ആ ക്ഷേത്രനഗരിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അങ്ങേക്കറിയാമല്ലോ. ഇപ്പോഴിതാ സന്യാസി സമൂഹം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മറ്റു വഴികളില്ല. ഈ ധർമ്മസ്ഥലയിലെ വിഷയം NIA അന്വേഷിക്കണം. അതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു. അത് NIA അന്വേഷിക്കണം. കാരണം ഒരു സംസ്ഥാനത്ത് മാത്രം കേന്ദ്രീകരിച്ചല്ല ആ ഗൂഢാലോചന നടന്നത്. മറ്റു അയൽ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ അതിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് NIA അന്വേഷിക്കണം എന്നാണ് അവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടത്. ഈ കാര്യത്തിൽ ഒരു NIA അന്വേഷണം നടക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാനത് വിശ്വസിക്കുന്നു, നടക്കും എന്നുള്ളത്. കാരണം ഇതേപോലത്തെ കാര്യങ്ങൾ ഭാരതത്തിൽ എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ മനോഫ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട നായകൻ അദ്ദേഹമാണല്ലോ. അതെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. ഇതേപോലെ ഓരോ സ്ഥലത്തും ആൾക്കാരെ പിടിച്ചുകൊണ്ടുള്ള പദ്ധതികൾ. ഇത് ഭാരതത്തിനെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ വിദേശ ഏജൻസികളുടെ പരിപാടിയാണ്. കാരണം അടുത്ത കാലത്ത് നടക്കുന്ന ചില സംഭവങ്ങളുമായി ഇതിനെ ബന്ധപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ വലിയേട്ടൻ നയം, ഞങ്ങളാണ് ലോക പട്ടാളം എന്ന ചിന്തയ്ക്ക് ലോക പോലീസ് പട്ടാളമല്ല, ലോക പോലീസ്, ഈ ചിന്തയിൽ നിന്ന് ഉത്ഭവിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ പലതും. ആരെയും പണം കൊടുത്ത് സ്വാധീനിക്കാം എന്നുള്ള ചിന്താഗതി അവർക്കും, പണം കിട്ടിക്കഴിഞ്ഞാൽ രാജ്യത്തിന് തന്നെ ഒറ്റുകൊടുക്കാം എന്നുള്ള ചിന്തിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ ഭാരതത്തിൽ ശേഷിക്കുന്നു. അതിന് അറുതിയൊന്നും ആര് ഭരിച്ചിട്ടും വന്നിട്ടും പറയാൻ സാധ്യമല്ല. പക്ഷേ ഇതേപോലെ സംഭവങ്ങൾ പല ഭാഗത്തും നടന്ന സമയത്തും അന്വേഷണങ്ങൾ ത്വരിതഗതിയിലാക്കിയിട്ടുണ്ട്. പല ആൾക്കാരും ജയിലിലിട്ടിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ധർമ്മസ്ഥല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ, ജൈനനാണ് അടുത്ത ആളെങ്കിലും ഹൈന്ദവരുടെ ഒരു ആരാധനാ സ്ഥലം. ഞാൻ അവിടെ പോയിട്ടുണ്ട്. 10,000-കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു പൈസ വാങ്ങിക്കുന്നില്ലല്ലോ. ആകെ മുമ്പ് ഇപ്പോഴത്തെ എനിക്കറിയില്ല, 10 രൂപയ്ക്ക് കൊടുക്കേണ്ടിരുന്ന ഒരു കപ്പിന് ആ കപ്പ് അവിടെ കൊടുക്കുന്ന സമയത്ത് ആ പൈസ തിരിച്ചു തരും. അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ പൈസ തിരിച്ചു തരും. അതെ, കാരണം ഒരു സാധനം അവിടുത്തെ കൊണ്ടുവരുന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണത്. അപ്പം ആ നിലയ്ക്ക് ആൾക്കാർക്ക് അദ്ദേഹം ആചാര്യൻ എന്നുള്ള അദ്ദേഹത്തിന് പറയുന്നത്, അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കൊട്ടാരത്തിൽ വെച്ചിട്ട് ഞാനടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഓ, അത് ശരി. അന്ന് പിന്നെ മറ്റേ ഇപ്പോഴത്തെ ഇവരുടെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയമാണ്, കാർത്തിക തിരുനാൾ തമ്പുരാട്ടി. അവിടുത്തെ ദർബാർ ഹാളിൽ വെച്ചിട്ടൊരു പരിപാടിയോട് കൂടിയിട്ട് അദ്ദേഹത്തിനെ ആദരിച്ചു. അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പബ്ലിക്കിനൊന്നും വിളിച്ചിരുന്നില്ല, കുറച്ച് ആൾക്കാർ കൂടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് പല കാര്യങ്ങളും ഈ ഇവിടുത്തെ ഹിന്ദു കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാമെന്നല്ല അദ്ദേഹം അന്ന് സമ്മതിച്ചതുമാണ്. ക്ഷേത്രത്തിൽ പോയി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആ കാര്യങ്ങളെല്ലാം ഇവിടെ പോലും നടന്നിട്ടുണ്ട്. ഇതൊന്നല്ല, ഇതൊരു വന്ന സമയത്ത് ഞാൻ പറഞ്ഞൊന്ന് മാത്രം. ഇതേപോലത്തെ അത്രയും ആളുകൾ വരുന്ന എത്ര കോളേജുകൾ, എത്ര സ്കൂളുകൾ, എത്ര സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽ, ആശുപത്രികൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. അത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, അതെല്ലാവരും അവിടെ സർവധർമ്മ സമഭാവന യഥാർത്ഥത്തിൽ നടപ്പാക്കല്ലേ ചെയ്യുന്നത്. നോക്കിയിട്ടല്ലല്ലോ. ഇതെല്ലാം ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടല്ലേ ഇല്ലാത്തൊരു പരാതി, ജനിക്കാത്ത കുട്ടിയെ എനിക്ക് ജനിച്ചതാണെന്നും പറഞ്ഞിട്ട്, അത് മരിച്ചു എന്നും പറഞ്ഞിട്ട്, അതിനെ കൊന്നു എന്നും അതെ, അതിന്റെ അർത്ഥം കൊന്നു എന്നുള്ളത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞുള്ള ഒരു കള്ളപ്രചരണം ആരംഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേപോലുള്ള കാര്യങ്ങൾ തകർക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ധർമ്മസ്ഥലയുടെ പ്രശ്നങ്ങൾ പൊക്കിക്കൊണ്ടുവന്നത്. പക്ഷെ അത് ഊതി ഉറപ്പിച്ചതുപോലെയല്ല പോയി. അപ്പം സ്വാഭാവികമായും ഇത് ഇവിടെ നിർത്തിയാൽ പോരാ. ധർമ്മസ്ഥലയുടെ പ്രശ്നങ്ങൾ മാത്രം തീർന്നാൽ പോരല്ലോ, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളതും എവിടെയാണ് ഇതിൻ്റെ റൂട്ട് എന്നുള്ളതും അന്വേഷിച്ചു പോകേണ്ടത് ആവശ്യമാണ്. ഒരു ചെയിൻ ഓഫ് കോൺസ്പിറസി. അതെ, ചെയിൻ ഓഫ് കോൺസ്പിറസി ഉണ്ട്. അപ്പം അത് അന്വേഷിച്ചേ പറ്റൂ.
അന്വേഷിക്കണമെങ്കിൽ NIA ഏറ്റെടുക്കണമല്ലോ. ഉം, ഉം. അതുകൊണ്ട് അതൊരു ഏതെങ്കിലും ഒരു സംസ്ഥാന പോലീസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം സംസ്ഥാന ഈ പോലീസ് വിദേശ രാജ്യങ്ങളുടെ ബന്ധം കൂടി വന്നിരിക്കുമ്പോൾ ഉണ്ട്. സ്വാഭാവികം. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വിദേശ അങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളുടെയും പുറകിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഇടപെടലുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും. കാരണം അന്ധന്മാരായി തീരുന്നൊരവസ്ഥയാണ് ഇവിടെ. ഈ പ്രശ്നം നടന്നു, എത്ര ആളുകൾ അതിനെ പ്രതികരിക്കാൻ തയ്യാറായി? സാധാരണക്കാർ എന്തുകൊണ്ടായില്ല? ഇപ്പൊ സന്യാസിമാർ ഏറ്റെടുത്തു. അതിനു മുമ്പ് അവിടെ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സന്യാസിമാർ മുമ്പോട്ട് വരേണ്ടവർ മുമ്പോട്ട് വന്നു. ഇവിടുത്തെ ധർമ്മത്തെ രക്ഷിക്കാനും വേണ്ടി സന്യാസിമാരെ, ഇതിൽ മാത്രമല്ലല്ലോ മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. നാടിന് അപകടം വന്ന സമയത്ത് സന്യാസിമാർ തന്നെയല്ലേ മുമ്പോട്ട് വന്നത്. അതിന്റെ പേരല്ലേ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത്. ആ പ്രസ്ഥാനങ്ങളല്ലേ അതെ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് വന്ന സമയത്തല്ലേ ശരിക്കും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടിട്ടല്ലേ സ്വാതന്ത്ര്യ സമരത്തിന് തീജ്വാലയിലേക്ക് ആളുകൾ എടുത്ത് ചാടിയത്. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് സന്യാസിമാർ ഇതിൽ വന്നു എന്നുള്ളത് തന്നെ, അവർ മെമ്മോറാണ്ടം കൊടുത്തു തന്നെ, അത് നമുക്ക് നിരാകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഹിന്ദു ധർമ്മപരിഷത്ത് വിശ്വസിക്കുന്നു, സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ NIA നിർണായകമായ പങ്ക് വഹിക്കും എന്നുള്ളത് ഗവൺമെൻറ്റും. ഈ ഇതിനകത്ത് മറ്റൊരു വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ വിഷയം ആദ്യം ഇങ്ങനെ ഉണ്ടാകുന്നു, ഒരു ശുചീകരണ തൊഴിലാളി വരുന്നു, ഇങ്ങനത്തെ ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുന്നു. പക്ഷെ കർണാടക സർക്കാർ, ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത്, സ്നേഹത്തിൻ്റെ കടയാണ് തുറന്നിരിക്കുന്നത്, സിദ്ധരാമയ്യയാണ് അതിൻ്റെ മാനേജർ. അപ്പോൾ പക്ഷേ സിദ്ധരാമയ്യ വലിയ പ്രാധാന്യം കൊടുത്തില്ല, വലിയ ഗൗരവത്തിലെടുത്തില്ല. അത് പരാതിയൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വളരെ പെട്ടെന്ന് ഡൽഹിയിൽ നിന്നൊരു കോള് വരികയും അതിനെ തുടർന്ന് ഈ കേസിൻ്റെ സ്വഭാവം, ഇതിൻ്റെ മാനം മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലൊരു രാഷ്ട്രീയമായ ഗൂഢാലോചന കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. പിന്നീട് കോൺഗ്രസ് ആ പ്ലേറ്റ് മാറ്റി, DK ശിവകുമാർ സിദ്ധരാമയ്യയും ഒരുമിച്ച് ആ പ്ലേറ്റ് മാറ്റുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ എങ്കിലും ഈ ഡൽഹിയിൽ നിന്നൊരു അനധികൃത ഇടപെടൽ അതിനകത്തുണ്ടായിരുന്നു. ഇത് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, നമ്മൾ ഉണ്ടാക്കി പറയുന്ന കഥയല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന കൂടി ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് താങ്കൾ കരുതുന്നു? സിദ്ധരാമയ്യയുടെ നേതാവാരാ? സോണിയയും രാഹുലുമാണ് ആണല്ലോ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പം ഈ രണ്ടാമത് വന്ന കാര്യങ്ങളും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്ന് തോന്നി. മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ, ജനമുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഭക്ത മുന്നേറ്റം എന്ന് തന്നെ പറയാം അതിനെ. അത് ഭക്തിയുടെ മാർഗത്തിൽ കൂടി പോയല്ലോ കുറേയൊക്കെ. അതെ. അപ്പം അങ്ങനത്തെ ഒരു മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കും പിടിച്ചു നിർത്താൻ സാധിക്കില്ല, എല്ലാം പുറത്തു വരും. ഈ സോണിയാഗാന്ധിയുടെ മകനും മകൾക്കും ഇവർക്കെല്ലാം ഉള്ള പ്രേരണ എവിടുന്നാണ് കിട്ടുന്നത്? അവർ പ്രവർത്തനത്തിൻ്റെ പ്രേരണ എന്താ? എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധിയെ കാണാതാകുന്നു ഇന്ത്യയിൽ? ഗവൺമെൻറ്റിന് അറിയോ? എനിക്കറിയില്ല, അവരുടെ പാർട്ടിക്കാർക്ക് അറിയില്ല. എന്തായാലും അവർ അന്വേഷിക്കാൻ അവർക്കുള്ള ധൈര്യമില്ല. നിങ്ങൾ എവിടെ പോകുന്നു എന്ന് അന്വേഷിക്കാനുള്ള ധൈര്യം ആ പാർട്ടിക്കില്ല, പാർട്ടിയുടെ നേതാക്കന്മാർക്കില്ല. ഇതൊക്കെയാണ് മുമ്പോട്ട് കൊണ്ടുവരേണ്ടത്. അല്ല, അതിനകത്ത് ഒരു ദുരൂഹത കൂടിയുണ്ട്, അതുകൂടി ഞാൻ ചോദിക്കാം. ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് അവരുടെ ഒരു ട്രസ്റ്റാണല്ലോ, അതിലേക്ക് കണ്ടമാനം പണം വിദേശത്തുനിന്ന് വരുന്നുണ്ട്. ഇതെന്തിനാണ്? ഈ ഇന്ത്യയിൽ ജീവിച്ച നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാഹുൽ ഗാന്ധിയുടെ സ്മരണയ്ക്കായിട്ട് നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു ട്രസ്റ്റ്, അവരുടെ കുടുംബ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിലേക്ക് എന്തുകൊണ്ട് ഈ വിദേശ പണം വരുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടതല്ലേ? അന്വേഷിക്കേണ്ടതാണ്. ഇതും കൂടി അന്വേഷിച്ചാലേ ഇത് പൂർണ്ണമായിട്ട് തൃപ്തികരമായിട്ട് ഏതുവർക്കും ഭാരതത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സത്യസന്ധമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് തടയിടുകയും ചെയ്യണം. അന്വേഷിച്ചാൽ മാത്രം പോരാ, അത് നിർത്തലാക്കണം. കാരണം ഇപ്പം തന്നെ ഇവർക്കുള്ള സ്വത്തിനെ കുറിച്ചുള്ള കേസ് നടക്കുന്നുണ്ട്. അതുപോലെ മറ്റു പല പലതുമുണ്ട്.
സുബ്രഹ്മണ്യ സ്വാമി ഈ സമയത്തിന് വളരെ അഗ്രസീവായിട്ട് മുമ്പോട്ട് വന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥിതി എനിക്കറിയാം. ഞാൻ അതിൽ വളരെ ക്ലോസ് ഉണ്ടായിരുന്ന ആളാണ്, വളരെ അടുപ്പുണ്ടായിരുന്ന ആളാണ്. ഇപ്പോഴത്തെ സ്ഥിതി അറിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് കൂടിയിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതാണ് ആ ചെയിൻ ഓഫ് കോൺസ്പിറസി, ഗൂഢാലോചനയുടെ കണ്ണികൾ. അപ്പോൾ ഗൂഢാലോചന അവസാനം എത്തി നിൽക്കുന്നത് ഇവരിലാണ്, ഇവരോടൊപ്പം നിൽക്കുന്ന ആളുകളിലാണ്, ഇതെല്ലാമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. NIA അന്വേഷണം, അമിത്ഷാ എടുത്തിരിക്കുന്ന ഉറപ്പ്, സന്യാസിമാരോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, തീർച്ചയായിട്ടും ഉചിതമായ സമയത്ത് ഏറ്റവും ഉചിതമായ തീരുമാനം എടുക്കും എന്ന ഉറപ്പ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പറഞ്ഞതുകൊണ്ട് ഉറപ്പാണ്, നമുക്ക് വിശ്വസിക്കാം. അതെ, നമുക്ക് പ്രതീക്ഷിക്കാം ഒരു NIA അന്വേഷണം. അല്ല, കല്ലും നെല്ലും തിരിയട്ടെ. സത്യം എന്താണെന്ന് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് അവകാശവുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു NIA അന്വേഷണത്തിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.